കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിന്ന് നിങ്ങളോട് പറയാൻ വന്നിരിക്കുന്നത് മുൻപ് പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. കാരണം മുൻപ് ഫോർ ഈസി വേ എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരിലേക്ക് എളുപ്പവഴികളെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ഇത് അതിൽ തന്നെയുള്ള 60 വയസ്സ് കഴിഞ്ഞ മുതിർന്നവർക്കുള്ള, അതായത് സീനിയർ സിറ്റിസനുള്ള ഫ്രീ ദർശനത്തിൻ്റെ കാര്യങ്ങളെ പറ്റിയാണ്. ഒരുപാട് പേര് സംശയം ചോദിച്ചു, ഇപ്പോഴും അതുണ്ടോ, അതെവിടെയാണ്, കാരണം മുൻപുണ്ടായിരുന്ന സ്ഥലത്തല്ല എന്നൊക്കെ അവർക്ക് അറിയാത്ത കുറേ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ടുള്ള വിസ്തരിച്ചുള്ള സമയക്രമങ്ങളും എല്ലാം കൂടി ഒന്ന് പറയുകയാണ്. ആദ്യം തന്നെ സമയക്രമം പറയാം. തിങ്കളാഴ്ച മുതൽ അവധി ദിവസങ്ങളല്ലാത്ത ദിവസങ്ങൾ മുഴുവൻ രാവിലെ 4:30 മുതൽ 7:30 വരെ, അതായത് 4:30 തുറക്കും, എന്നിട്ട് 5 മണിക്ക് ഫസ്റ്റ് റൗണ്ട് വിടും. അതുപോലെ 5:30 വിടും. 6 മണിക്കുള്ളത് ചിലപ്പോൾ കൂടും. കാരണം എന്താ വെച്ചാൽ ഉഷപൂജ ഗണപതി ഹോമം നടക്കുന്ന കാരണം ചിലപ്പോൾ 6:30 വിടുള്ളൂ. പിന്നെ 7 മണി 7:30 വിടും. അത് കലണ്ടറിൽ ചുവന്ന അക്കങ്ങൾ കാണുന്ന ദിവസം രാവിലെ 4:30 മുതൽ 6 മണി വരെ മാത്രമേ ഉണ്ടാവൂ ദർശനം. ഫ്രീ ദർശനമാണ്. 60 കഴിഞ്ഞ എല്ലാവർക്കും അത് ഉപയോഗിക്കാം. ഗുരുവായൂരിലെ ഏറ്റവും പ്രധാനം തന്നെയാണ്. അതുമാത്രമല്ല, ബാക്കിയുള്ള ദിവസങ്ങളിൽ, ഇപ്പോൾ ശനി ഞായറൊക്കെ അവധി ദിവസങ്ങളിൽ 6 മണി വരെ ഉണ്ടാവുള്ളൂ, രാവിലെ 4:30 മുതൽ 6 മണി വരെ. അതേപോലെ മറ്റെല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം 4:30 മുതൽ 6 മണി വരെ ഫ്രീ ദർശനം തന്നെയാണ് എല്ലാ മുതിർന്ന പൗരന്മാർക്കും, അതായത് സീനിയർ സിറ്റിസന് എല്ലാവർക്കും. ഇപ്പോൾ അതിൻ്റെ സ്ഥലം മുൻപ് ക്ഷേത്രത്തിന് ചുറ്റമ്പലത്തിനകത്തായിരുന്നു. അത് മാറ്റി ഇപ്പോൾ ഉള്ളത് ഭഗവതി നടയ്ക്ക് പുറത്ത്, അതായത് അമ്പലത്തിന് പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ ഇരിപ്പിടങ്ങളോടുകൂടിയ ബെഞ്ചൊക്കെ ഇട്ടിട്ടുള്ളതാണ്. മുൻപ് ഇരിക്കാൻ പറ്റിയിരുന്നില്ല, പക്ഷേ ശിവേലി ശ്രീഭൂതബലിയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതിനുള്ള സൗകര്യമില്ല, പക്ഷേ ഇരിക്കാം. ഇരുന്നിട്ട് അവരേനെ അരമണിക്കൂർ കൂടുമ്പോൾ വിടുന്നത് കിഴക്കേ നടയിലൂടെ നേരെ കൊടിമരം വഴി ആണ്. വളരെ പതുക്കെ തന്നെയാണ് വിടുന്നതൊക്കെ. അതിൽ ചില ആളുകൾ സ്പീഡിൽ ഓടിപ്പോകുന്നു എന്ന് മാത്രം. അപ്പോൾ അത് ഒരു കാര്യത്തിന് ഗുണമാണ്, ഒരു കാര്യത്തിന് ദോഷമാണ്. കാരണം ശിവേലി കാണാൻ പറ്റില്ല എന്നുള്ളതൊരു ഭാഗ്യക്കേട്, പക്ഷേ ഇരിക്കാം എന്നുള്ളത് ഒരു ഭാഗ്യം കൂടുതൽ. അങ്ങനെയാണ് ഗുരുവായൂർ അമ്പലത്തിലെ സീനിയർ സിറ്റിസൻ്റെ സമയക്രമങ്ങൾ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഭഗവതി നടയുടെ പുറത്താണ്, അതായത് ചുറ്റമ്പലത്തിനൊക്കെ പുറത്താണ് സീനിയർ സിറ്റിസൻ്റെ ക്യൂ, അല്ലാതെ അകത്തല്ല. പലരുമായിട്ട് ദിവസവും നിത്യേന വന്നിട്ട് പറയുന്നതും ചോദിക്കുന്നതും അകത്തായിരുന്നല്ലോ, എവിടെയാണ്. കാരണം പലരും ഈ അകത്ത് കാവൽ നിന്നിട്ട് ക്യൂ നിന്നിട്ട് 6 മണി ആയിട്ടും 6:10 കഴിഞ്ഞിട്ടൊക്കെയാണ് വന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് ദർശന സൗകര്യം ലഭ്യമല്ലാതെ ഇരിക്കുന്ന അവസ്ഥ സംജാതമാകുകയാണ്. അപ്പോൾ അതിന് പ്രതിവിധിയാണ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഒരുപാട് പേർക്ക് ഇത് അനുഗ്രഹമാണ്. 1000 രൂപ കൊടുത്തിട്ടോ അങ്ങനെയൊന്നും കയറാം, അല്ലെങ്കിൽ VIP ദർശനമൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് നോർമൽ ദർശനത്തിനായിട്ട് ഏറ്റവും നല്ല മാർഗമാണ്. അതിന് വയ്യാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ ദർശനം ലഭിക്കുന്നതുമാണ്.
പിന്നെ അതിനപ്പുറം സീനിയർ സിറ്റിസൻ്റെ കാര്യം കൂടാതെ നമുക്ക് സാധാരണ ദിവസങ്ങളിൽ വയ്യാത്ത ആളുകൾക്ക് ഗോപുരം മാനേജർ എടുത്ത് വന്ന് പറഞ്ഞാൽ ഒരാളെയും, അതായത് ഒരു സഹായിയെയും ആർക്കാണോ വയ്യാത്തത് അവരെയും കൂട്ടിയിട്ട് നേരെ ആ കൊടിമരം വഴി വിടുന്നതാണ് ദർശനത്തിന്. അതും പലർക്കും അറിയാത്ത കാര്യമാണ്. കാരണം വികലാംഗരായവരും അതുപോലെ കൂടുതൽ സർജറികൾ കഴിഞ്ഞതും അങ്ങനെയൊക്കെയുള്ള ആളുകൾ. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ ജനറൽ ക്യൂവിൽ വരികയാണെങ്കിൽ കൂടി വയസ്സായ ആളുകൾ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞതോ വയ്യാത്ത ആളുകളൊക്കെ ഉള്ള ആളുകൾക്ക് ഏകദേശം കൊടിമരത്തിൻ്റെ തൊട്ട് മുൻപിലെത്തുമ്പോൾ ആ ക്യൂ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഉണ്ടാവും, അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് തുറന്ന് നേരെ കൊടിമരം വഴി നേരെ ദർശനത്തിന് വിടുന്നതാണ്. അല്ലാതെ ഫ്ലൈ ഓവർ കയറേണ്ടതില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്കിപ്പോൾ പറയാനുള്ളത്, പങ്കുവെക്കാനുള്ളത്. പിന്നെ മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു ചോറൂണിൻ്റെ കൂടെ 6 മാസം വരെ പ്രായമുള്ള കുട്ടിക്ക് 2 ആൾക്ക്, അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ആർക്കായാലും 2 പേർക്ക് തൊഴാമെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ സീനിയർ സിറ്റിസൻ്റെ കാര്യമാണ് ഇന്നിപ്പോൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. അപ്പോൾ എല്ലാവരും ഇത് എനിക്ക് ഉപകാരപ്പെട്ടു, അപ്പോൾ മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ എന്നുള്ള തരത്തിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. കാരണം ഒരുപാട് ആൾക്ക് അത് ഗുണപ്രദമാകും. കാശില്ലാതെയും സമയമില്ലാതെയും ഒക്കെയുള്ള ആളുകൾക്ക് അരമണിക്കൂർ നിന്നാൽ, ചിലപ്പോൾ 6 മണി എന്നുള്ള സമയത്ത് 5:50 പോയിട്ട് ആ ക്യൂവിൽ എത്തിപ്പെട്ടാലും ആ 10 മിനിറ്റ് കൊണ്ട് ദർശന സൗകര്യം കിട്ടുകയാണ്. അതൊക്കെ ഗുരുവായൂരിനെ പോലുള്ള മഹാക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്ന, അതായത് ഇപ്പോൾ ഈ ഒരു പരിഷ്കാരം തുടങ്ങിയത് കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്തോടു കൂടിയാണ്. ആദ്യം പ്രാദേശിക ക്യൂവും കൂടി അവിടെ ആയിരുന്നു. പക്ഷേ പ്രാദേശിക ക്യൂ അവരുടെ എതിർപ്പിനെ തുടർന്ന് ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിൻ്റെ, അതായത് ചുറ്റമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഇപ്പോൾ അവിടെയാണ് ഈ ടോക്കനും ഒക്കെ അതിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അപ്പോൾ എല്ലാ ഭക്തർക്കും അത് ഉപകാരപ്രദമാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ.